കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നു ഗുരുവായൂരപ്പനെന്ന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു കേട്ടോ. പൊന്നു ഗുരുവായൂരപ്പൻ നല്ല സന്തോഷത്തിലാണ്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകം കൊണ്ട് ഒരു മിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണനായിരിക്കണം. നല്ല കൗതുകത്തില് നല്ല സന്തോഷവും കണ്ടതിന് അത്ര രസമായിട്ടായിരിക്കണത്. ഇരിക്കുകയാണ്, കാല് തൂക്കിയിട്ടിട്ടുണ്ട്, ഇടത്തെ കാല് തൂക്കിയിട്ടുണ്ട്, വലത്തെ കാല് ഇങ്ങനെ കുന്തിച്ച് വെച്ച പോലെ വെച്ചിട്ടുണ്ട്. ഒന്ന് കയറ്റി വെക്കില്ല അങ്ങനെ, അതുപോലെ രണ്ട് കാലുമിലും പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. നല്ല കൗതുകം കിങ്ങിണി കിട്ടിയിട്ടുണ്ട്. ആരേല് നല്ല കൗതുകമായിട്ടായിരിക്കണം. ഇരിപ്പ് കണ്ടാൽ തന്നെ സന്തോഷമാവും നമുക്ക്. കഴുത്തിൽ നല്ല ഭംഗിയുള്ളൊരു മാങ്ങാമാല, ഒരു കാശുമാല പോലെ പിന്നെ കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയൊക്കെ ചാർത്തിട്ടുണ്ട്. യശോദമ്മ നല്ല ഭംഗിയായിട്ട് ഒരിക്കലും അവിടെ ഇരുത്തി പോയതാന്നാ തോന്നുന്നു, കണ്ട അത്ര രസമായിട്ട്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. രണ്ട് കൈയോട് കൂടി ഒരു പൊന്നോടക്കുഴൽ ഇങ്ങനെ പിടിച്ച്, പൊന്നോടക്കുഴൽ വിളിച്ചും കൊണ്ടല്ല, പൊന്നോടക്കുഴൽ വലത്തെ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കൈ കൊണ്ടും പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. വലത്തെ മുട്ട് ഇങ്ങനെ കുന്തിച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ വലത്തെ കൈയാണ് വെച്ചിട്ടുണ്ട്. ഓടക്കുഴൽ പിടിച്ചിരിക്കുക, അതിൻ്റെ അടിഭാഗം ഇടത്തെ കൈ കൊണ്ടും പിടിച്ചിരിക്കുക. അങ്ങനെ ഓടക്കുഴൽ പിടിച്ചിരിക്കണ ഒരു മിടുമിടുക്കന്നെ ഉണ്ട്. ഒരു കാത്തിരിപ്പിൻ്റെ ഭാവ കണ്ടാൽ അത്ര രസമായിട്ടായിരിക്കണത്. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിമിൻ്റെ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോടു കൂടി എന്തിനു വേണ്ടിയിട്ടായിരിക്കണേ? യശോദമ്മ ഇപ്പോൾ വെണ്ണയും കൊണ്ടുവരും, അതിനു വേണ്ടി കാത്തിരിക്കണ ഉണ്ണിക്കണ്ണൻ. ഓടക്കുഴലും കയ്യിൽ പിടിച്ചിട്ട് വെണ്ണയ്ക്ക് കാത്തിരിക്കുക. ആ വെണ്ണക്കൊതികൻ നല്ല ഭംഗിയായിട്ട് ചാർത്തി, നല്ല കൗതുകത്തിൽ, നല്ല പുഞ്ചിരി. ഈ ചെവിയിലെ ചെവിപ്പൂക്കളും നെറ്റിയുടെ സ്വർണ്ണഗോപിയൊക്കെ നല്ല തെളിച്ചം. അന്ന് നെയ്വിളക്കിൻ്റെ ശോഭയിലേ നല്ല തെളിഞ്ഞുണ്ട്. നല്ല പുഞ്ചിരിയോട് കൂടി നല്ല കൗതുകമുള്ളൊരു മിടുമിടുക്കൻ. പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിൻ്റെ മുകളിൽ തുളസിപ്പൂവും തെച്ചിപ്പൂവും കെട്ടാലുള്ള തിരുമുടി മാല. പിന്നെ ഒന്നുള്ളത് എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവ് മാത്രമായിട്ടൊരു തിരുമുടി മാല. അങ്ങനെ രണ്ട് തിരുമുടി മാലകളാണ് ചാർത്തിരിക്കുന്നത്. മറ്റേ കഴുത്തിലാച്ച രണ്ട് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. തെച്ചിപ്പൂക്കൾ ധാരാളം, അതിൻ്റെ ഇടയിൽ കുറച്ച് വെളുത്ത പൂവ്, പിന്നെ തെച്ചിപ്പൂ, അങ്ങനെയായിട്ട് ഇടയിൽ കുറച്ച് വെളുത്ത പൂവായിട്ട്. മറ്റേ ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ തെച്ചിപ്പൂവ്, തുളസിപ്പൂവ്, വെളുത്ത പൂവ്, അങ്ങനെ മൂന്നും കൂടിയിട്ടുള്ളത്. രണ്ട് തടിച്ചുരുണ്ട ഉണ്ടമാലകളും രണ്ട് തിരുമുടിമാലകളും ചാർത്തിരിക്കണം. നല്ല കൗതുകമുള്ള ഒരു മിടുക്കനുണ്ണി ആയിരിക്കണ, കണ്ടാൽ തന്നെ നല്ല കൗതുകം. അതുപോലെ ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ട് ഒരു ഉണ്ടമാല, പിന്നെ താമരയും തുളസിയായിട്ട് ഒരു ഉണ്ടമാല, പിന്നെ വെളുത്ത പൂവ് തെച്ചിപ്പൂവ് അങ്ങനെ മാത്രമായിട്ടൊരു ഉണ്ടമാല, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ള 2 ഉണ്ടമാലകൾ. അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷമാവും. ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെ ഒക്കെ നടുവിൽ നമ്മുടെ ഉണ്ണുണ്ണി കണ്ണൻ ഇടത്തെ കാലം നോക്കിയിട്ട് വലത്തെ കാലം ഇങ്ങനെ കുന്തിച്ച് വെച്ച് നല്ല മിടുക്കനായിട്ട് ഓടക്കുഴലിനെ വിളിച്ച് കാത്തിരിക്കുക. ഓടക്കുഴൽ വിളിക്കുന്നില്ല കേട്ടോ, കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ മിടുക്കനൊരു ഉണ്ണി നല്ല കൗതുകത്തിൽ ചാർത്തിയിട്ടുണ്ട്. സന്തോഷവും കണ്ടാൽ തന്നെ അത്ര രസമായിട്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ഒന്നിനും കഴിയാത്തൊരെൻ്റെ ദയനീയാവസ്ഥയും സ്വന്തമാമെന്തിനും മതിയായ മാന്യനിലയും നാം തമ്മിലെ ചാർച്ചയും നന്നായി ഓർത്തിനി വേണ്ട കാര്യമുടനെ ചെയ്തിടുമല്ലോ. ഭവാൻ എന്താണിന്നിവനോദിടേണ്ട, ഭഗവാൻ എല്ലാം ഉറച്ചാൽ മതി. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തത് പൊന്നുണ്ണിക്കണ്ണൻ്റെ മിടുമിടുക്കനായിട്ടായിരിക്കണം. നല്ല കൗതുകത്തിൽ ആ ഇടത്തെ കാലുകൾ തൂക്കിയിട്ടുണ്ട്, വലത്തെ കാലുകൾ കുന്തിച്ച് വെച്ചിട്ടുണ്ട്. ആ രണ്ട് കുഞ്ഞിക്കാലുകളൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷവും. തൃപ്പാദം, കണ്ണൻ്റെ തൃപ്പാദം, അത് സന്തോഷമല്ലേ? ആ തൃപ്പാദമൊക്കെ മുറുകെ പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കുക. ആ സച്ചിദാനന്ദക്കട്ട ആനന്ദത്തിലായിരിക്കണത്, അവിടെ അത്ര സന്തോഷത്തിലായിരിക്കണത് ആയിരിക്കണേ. കാത്തു നിൽക്കുന്ന ഭാവമുണ്ട്. അങ്ങനെ ആ മിടുമിടുക്കനായിട്ട് ഉണ്ണിക്കണ്ണൻ്റെ തിരുമുഖം നോക്കി ഹായ് ഗുരുവായൂരപ്പ ഉറക്ക നാമം ജപിക്കുക. കണ്ണാ അനുഗ്രഹിക്കണേ, കൂടെ ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി. കണ്ണൻ നമ്മളെ കൈവിടില്ല കേട്ടോ. ഭക്തന്മാരുടെ കൂടെയാണ് കണ്ണൻ. ജപിക്കല്ലേ നാമം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട്. നാരായണ 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 ഹരേ ഹരേ.